ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സൺഡേ വ്ളോഗാട്ടോ. ഇന്നിപ്പോൾ നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സവാള, തക്കാളി ഒക്കെ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചിക്കനിൽ ഇതാ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പൊക്കെ ഇട്ടിട്ട് ചിക്കനൊന്ന് മസാല അയച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ ഞാൻ വെള്ളുള്ളിയും പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അത് ആ ഓയിലിൽ തന്നെ ഞാനിതാ ചിക്കനും കൂടി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ചിക്കൻ പൊരിച്ച എണ്ണയിൽ തന്നെ ഞാനിതാ സവാള ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. സവാള നല്ലോണം ഒന്ന് കുക്കായി വരണം കേട്ടോ. അപ്പോഴാണ് നമ്മൾ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഞാൻ ബിരിയാണിയിലേക്ക് ഈ ഒരു രമ്പ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഇട്ട് കൊടുത്താൽ നല്ല സ്മെല്ലായിരിക്കും മസാലയൊക്കെ. ഇനി ഇതാ ഇതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിത് അവിടെ വേറൊരു പാത്രത്തിലേക്ക് മല്ലിച്ചപ്പ്, പുതിനയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതാ ഇതിലേക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് ബിരിയാണി മസാല, ചിക്കൻ മസാല ഇതൊക്കെ നമ്മൾ ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് തൈരും ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഈ ഒരു മസാലകൾ മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. വേറെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഒന്നും ഇട്ട് കൊടുക്കണില്ല. ഇനി നമുക്കിതിലേക്ക് ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കാരണം ഞാൻ ചിക്കനിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ മസാലയിൽ ഇടുന്നില്ല എന്നാണ് കേട്ടോ പറഞ്ഞത്. ഈ ഒരു 3 മസാല ഇട്ടാൽ തന്നെ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇതാ ഞാനിവിടെ മല്ലിച്ചപ്പും പുതിനയും കൂടി ഇതാ പൊരിച്ച് വെച്ച ഉള്ളിയിലിട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ദം ചെയ്യുമ്പോൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ഇതാ മസാലയൊക്കെ സെറ്റായിട്ടുണ്ട്. പിന്നെ ഇതാ ഉമ്മ ഇവിടെ ചോറൊക്കെ ഇവിടെ സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഞാൻ ഒരു ലെയർ ചോറിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിലേക്ക് ഇതാ ഇങ്ങനെ ഇതുപോലെ നമ്മളെ മല്ലിയിലയും പുതിനയിലയും പിന്നെ സവാളയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലേക്ക് ഇതാ ഞാൻ ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതാ ഞാൻ നെയ്യും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അങ്ങനെ ഇതാ ഞാൻ ദമ്മൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ദമ്മൊക്കെ പൊട്ടിച്ചത് അടിപൊളി ബിരിയാണിയും സാലഡും നാരങ്ങ അച്ചാറൊക്കെ കൂട്ടി കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒന്ന് ഉറങ്ങി നീച്ചപ്പോഴത്തേക്കും ഇതാ മുന്തിരി ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഇതാ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം. പിന്നെ ഞാനൊന്ന് മിക്സിയിലൊക്കെ ഒന്ന് അടിച്ചെടുത്തിട്ട് പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതാ ജ്യൂസൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു. ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ ഇതാ സമൂസയും പിന്നെ പാൽച്ചായ ഇട്ടോ ഉണ്ടായിരുന്നത്. അങ്ങനെ സമൂസയും പാൽച്ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം രാത്രിക്കത്തേക്ക് ഇതാ ബിരിയാണിയിലേക്ക് ചെമ്മീനും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെമ്മീൻ്റെ റെസിപ്പി വീഡിയോ ഞാൻ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.